ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് ശക്തമായ ഒരു തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകിയ ദിവസമാണിന്ന്. ബ്രോഡ് മാർക്കറ്റ് എല്ലാം പോസിറ്റീവാണ്. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമാണ് 1% മുകളിലുള്ള ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിഞ്ഞത്. സെക്ടോറൽ വൈസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ, FMCG എന്നീ രണ്ട് സെഗ്മെൻറ്റിൽ മാത്രമാണ് നേരിയൊരു ഇടിവ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാ സെക്ടേഴ്സും പോസിറ്റീവാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി 500-ൽ 314 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 183 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിരുന്നു. അപ്പോൾ അവയിൽ നമുക്ക് 5 മുതൽ 13% വരെ റാലി നടന്ന ടോപ്പ് 10 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ടെലി സർവീസസ് മഹാരാഷ്ട്ര ലിമിറ്റഡ് ആണ് ഏറ്റവും വലിയ റാലി ഇന്ന് നടന്നത്. അതുപോലെ വോഡഫോൺ ഐഡിയ, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, കൊടാക് ബാങ്ക്, അതുപോലെ ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ലിമിറ്റഡ്, തേജസ് നെറ്റ്വർക്ക്, റെഡിംഗ്ടൺ, വിപ്രോ, DB റിയാലിറ്റി, കല്യാൺ ജ്വല്ലേഴ്സ്. ഈ സ്റ്റോക്കുകളിലൊക്കെ 5% മുതൽ 13% ഒരു മുന്നേറ്റം ഇന്ന് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് അവറിൽ വന്ന PLI സ്കീം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്ത വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. 24 കമ്പനികൾ ഈ PLI സ്കീമിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ അവയിൽ പല കമ്പനികളും സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകൾ റഡാറിൽ വെക്കേണ്ട സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. R4യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ 2020-ലാണ് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു PLI സ്കീം ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അപ്പോൾ 14ഓളം മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലാണ് തിരഞ്ഞെടുത്ത കമ്പനികൾക്ക് പലവിധത്തിലുള്ള ഇൻസെൻറ്റീവുകളും സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനുള്ള ശക്തമായ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യത്തിൻ്റെ ഉപഭോഗത്തിന് നമ്മൾ കൂടുതലായിട്ട് ഇറക്കുമതിയെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നു. ആ ഒരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. കൂടാതെ ഇത് നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല രാജ്യത്ത് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനും ഈ ഒരു പ്രോത്സാഹനം വഴി കഴിയും എന്ന ഒരു പ്ലസ് പോയിന്റും ഇതിന് പിന്നിലുണ്ട്. അതുപോലെ ഈ രീതിയിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യവും ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ട്രേഡിനും ഇൻവെസ്റ്റ്മെൻറ്റിനും ഫോറിൻ കമ്പനികൾക്ക് ഇന്ത്യ ഒരു ഹബ്ബായിട്ട് മാറാനുള്ള അത്തരത്തിലൊരു സാധ്യതയും ഡെവലപ്പ് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. കൂടാതെ ഇത്തരം പ്രോത്സാഹനങ്ങളിലൂടെ പല ചെറുകിട കമ്പനികളും അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും പുതിയതായിട്ടുള്ളതുമായ പല പ്രൊഡക്റ്റുകളും കണ്ടുപിടിക്കാനും അത് മാർക്കറ്റ് ചെയ്യാനുമുള്ള ശ്രമങ്ങൾ നടത്തും. കൂടാതെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അഥവാ MSME കമ്പനികൾ അവർക്ക് ഈ ലാർജർ സപ്ലൈ ചെയിനിൻ്റെ ഒരു ഭാഗമാകാൻ ഇതുവഴി സാധിക്കും. അപ്പോൾ ഈ PLI സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഓൾറെഡി 2 റൗണ്ട് കഴിഞ്ഞു. അതിൽ പല കമ്പനികളും അതിൻ്റെ ബെനിഫിറ്റ് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് PLI സ്കീം വന്നത് 2020 ഏപ്രിൽ 1-നാണ്. രണ്ടാമത്തെ റൗണ്ട് വന്നത് 2021 മാർച്ച് 11-നാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും PLI സ്കീം വരുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ റൗണ്ടിൽ 24ഓളം കമ്പനികളെ ഈ PLI സ്കീമിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ള മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത് AC-യും LED ലൈറ്റുമായി ബന്ധപ്പെട്ട വൈറ്റ് ഗുഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു സെഗ്മെൻറ്റിലാണ്. അപ്പോൾ ഇവിടെ 3516 കോടിൻ്റെ ഒരു കമ്മിറ്റഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു PLI സ്കീമിൽ 18ഓളം പുതിയ കമ്പനികൾ വന്നിട്ടുണ്ട്. ബാക്കി 6 കമ്പനികൾ ഓൾറെഡി ഈ PLI സ്കീമിലുള്ള കമ്പനികളാണ്. അപ്പോൾ 15ഓളം AC കമ്പനികളും 9ഓളം LED കമ്പനികളുമാണ് നമുക്കിതിൽ കാണാൻ കഴിയുക. അപ്പോൾ ടോട്ടൽ 38ഓളം അപ്ലിക്കേഷൻ റിസീവ് ചെയ്തതിൽ നിന്നും അതിൻ്റെ ഒരു റിവ്യൂയിങ് കമ്മിറ്റി നോക്കിക്കൊണ്ട് ഗവൺമെൻറ് ഇതിന് പ്രൊവിഷണലി സെലക്ട് ചെയ്തിട്ടുള്ളത് 18ഓളം പുതിയ കമ്പനികളാണ്. അപ്പോൾ അവയിൽ എയർ കണ്ടീഷൻ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒന്നാമതായിട്ട് കാണാൻ കഴിയും ജൂപ്പിറ്റർ അലൂമിനിയം എന്ന് പറയുന്ന കമ്പനിയാണ്. ആക്ച്വലി ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി വളരെ അപ്രധാനമായ ഒരു കാര്യമാണ്. രണ്ടാമത് കാണുന്ന ഒരു കമ്പനി രാംരത്ന വയേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനി 2501 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കോപ്പർ ട്യൂബ്, അലൂമിനിയം സ്റ്റോക്ക് ഫോർ ഫോയിൽസ്, ഫിൻസ് ഫോർ ഹീറ്റ് എക്സ്ചേഞ്ചസ് തുടങ്ങിയ AC കമ്പോണൻസ് ആണ് ഇവർ പ്രധാനമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് 568 758 എന്ന ലെവലിൽ വരെ ഈ സ്റ്റോക്കിൻ്റെ ഹൈ പോയിരുന്നു. ഇപ്പോൾ 25% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഈ ഒരു സ്കീം വന്നതോടുകൂടി ഇന്ന് ചെറിയൊരു മുന്നേറ്റം നമ്മൾ നടന്നതായിട്ട് കാണാൻ കഴിയും. 3% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മൂന്നാമതായിട്ട് കാണുന്നത് SMEL സ്റ്റീൽ സ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഈ ഒരു കമ്പനിയും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കമ്പനിയിൽ ശ്യാം മെറ്റലിക്സ് ആൻഡ് എനർജി എന്ന് പറയുന്ന ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അതിന് ഈ ഒരു
കമ്പനിയിൽ 100% സ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ശ്യാം മെറ്റലിക്സിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് SMEL സ്റ്റീൽ സ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന സ്റ്റോക്ക് ശ്യാം മെറ്റലിക്സ് ആയിരിക്കും. അടുത്ത വോൾട്ടാസ് കമ്പോണൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഈ വോൾട്ടാസ് കമ്പോണൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാത്ത കമ്പനിയാണ്. എന്നാൽ ഇവരുടെ പാരന്റ് കമ്പനിയായിട്ടുള്ള വോൾട്ടാസ് ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവർ ഓൾറെഡി PLI സ്കീമിൽ ഉണ്ട് തന്നെ. അപ്പോൾ വോൾട്ടാസ് നമുക്കറിയാം ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് കമ്പനിയാണ്. അപ്പോൾ വോൾട്ടാസിൻ്റെ രണ്ടാമത്തെ ഒരു സബ്സിഡിയറി കൂടി PLI സ്കീമിൽ വരുന്നു എന്ന പ്രത്യേകതയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് AC സെഗ്മെന്റിൽ നെക്സ്റ്റ് ജനറേഷൻ മാനുഫാക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതും സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാത്തൊരു കമ്പനിയാണ്. പക്ഷേ ഇത് PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അവർക്ക് 100% സ്റ്റേക്ക് ഈ കമ്പനിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനി PLI സ്കീമിൻ്റെ അണ്ടറിൽ വരുമ്പോൾ അത് PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്നുള്ള കമ്പനിക്കാണ് അതിൻ്റെ ഗുണമുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും റഡാറിൽ വെക്കേണ്ട ഒരു സ്റ്റോക്ക് ആയിരിക്കും PG ഇലക്ട്രോപ്ലാസ്റ്റ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നീം റാണ സ്റ്റീൽ സർവീസ് സെന്റർ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇത് ഒരു ലിസ്റ്റഡ് കമ്പനി അല്ല, കൂടാതെ ഇതിന്റെ പാരന്റ് കമ്പനികളൊന്നും ലിസ്റ്റഡ് അല്ല. അതുകൊണ്ട് ഈ ഒരു കമ്പനി നമുക്ക് പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമല്ല. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ക്ലാഡ് മെറ്റൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതും ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. ഇവരുടെ പാരന്റ് കമ്പനികളോ സബ്സിഡിയറികളോ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് മൽഹോത്ര ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതും ഒരു അൺലിസ്റ്റഡ് സ്റ്റോക്കാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിന്റെ പാരന്റ് കമ്പനിയോ അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനികളോ നമുക്ക് കാണാൻ കഴിയില്ല. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് MIRC ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. 23 രൂപ എന്ന പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത്. ഈ ഒരു വാർത്ത വന്നതോടുകൂടി ഈ സ്റ്റോക്കിൽ ഒരു 5% മുന്നേറ്റം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. 537 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. ഇതിന്റെ ഹൈ 33 രൂപ വരെ പോയിരുന്നു. ഇപ്പോൾ 29% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ആ സ്റ്റോക്കിലാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു മൂവ് ആ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ MIRC ഇലക്ട്രോണിക്സ് പ്രധാനമായിട്ടും ഈ ഒരു PLI സ്കീമിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് AC റിലേറ്റഡ് ആയിട്ടുള്ള IDU, ODU, റിമോട്ട്സ്, അതുപോലെ അതിന് മോട്ടോഴ്സ്, ക്രോസ് ഫ്ലോ ഫാൻ, വാൽവ്സ് ആൻഡ് ബ്രാസ് കമ്പോണൻസ്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഷീറ്റ് മെറ്റൽ കമ്പോണൻസ്, അതുപോലെ പ്ലാസ്റ്റിക് മോൾഡിംഗ് കമ്പോണൻസ്, ഡിസ്പ്ലേ പാനൽ തുടങ്ങിയിട്ടുള്ള AC കമ്പോണൻസ് ആണ് ഇവർ നിർമ്മിക്കുന്നത്. അവസാനമായിട്ട് AC സെഗ്മെന്റിൽ നമ്മൾ കാണുന്ന ഒരു കമ്പനി സ്മൈൽ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഇത് ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. ഇതിൻ്റെ പാരന്റ് കമ്പനിയോ അല്ലെങ്കിൽ ഇതിൻ്റെ സബ്സിഡിയറിയോ നമുക്ക് മാർക്കറ്റ് ലിസ്റ്റ് ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ കമ്പനിയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കമ്പനിയല്ല. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈറ്റ് ഗുഡ്സിൽ AC-യും LED ലൈറ്റും റിലേറ്റഡ് ആയിട്ടുള്ള PLI സ്കീമാണ് ഈ അനൗൺസ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ അടുത്ത LED ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഐക്യോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഐക്യോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി LED മൊഡ്യൂൾ, അതുപോലെ മെക്കാനിക്കൽ ഹൗസിംഗ്, LED ട്രാൻസ്ഫോമേഴ്സ്, LED ലൈറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, LED എൻജിൻസ്, LED ഡ്രൈവേഴ്സ്, ഹീറ്റ് സിങ്സ്, ഡിഫ്യൂസേഴ്സ് തുടങ്ങിയ LED കമ്പോണൻസ് ആണ് ഇവർ നിർമ്മിക്കുന്നത്. PLI സ്കീമിൽ വന്ന വാർത്ത വന്നതോടുകൂടി ഈ സ്റ്റോക്കിൽ ഒരു 3% മുകളിലുള്ള ഒരു അപ്സൈഡ് മൂവ് ഇന്ന് കാണാൻ കഴിഞ്ഞു. 1807 എന്നുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ കമ്പനിയാണിത്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 234 ആണ്. 343 വരെ ഈ സ്റ്റോക്ക് ഹൈ പോയതായിരുന്നു. ഇപ്പോൾ 31% ഒരു കറക്ഷനിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസ് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിന് ജീവൻ വെക്കാൻ സഹായിച്ചേക്കുമെന്ന് നമുക്ക് കരുതാം. അടുത്ത ഒരു സ്റ്റോക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി LED സെഗ്മെന്റിൽ വന്നിട്ടുള്ളത് ലുമാക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇതും LED ഡ്രൈവേഴ്സ് ആണ് പ്രധാനമായിട്ടും അവർ PLI സ്കീമിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 2177 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. കറണ്ട് പ്രൈസ് 2320 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. അപ്പോൾ 3000 വരെ പോയ പ്രൈസ് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് 23% താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ റഡാറിൽ വെക്കേണ്ട ഒരു സ്റ്റോക്കാണ്. LED സെഗ്മെന്റിൽ കാണുന്ന നിയോലൈറ്റ് ZKB ലൈറ്റിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് ഒരു അൺലിസ്റ്റഡ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോക്കിൽ താല്പര്യമെടുക്കേണ്ട കാര്യം. അടുത്തത് ധ്രുവ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. ഇതും ഒരു അൺലിസ്റ്റഡ് സ്റ്റോക്കാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമ്മൾ ഒഴിവാക്കുകയാണ്. പിന്നെ ഒരു സ്റ്റോക്ക് കാണുന്നത് യൂനോ മിൻഡ ലിമിറ്റഡ് ആണ്. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്റ്റോക്കാണ്. 59,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയാണിത്. 1038 എന്ന പ്രൈസ് റേഞ്ചാണ് ഇപ്പോൾ ഉള്ളത്. 1255 എന്ന ലെവലിൽ ഈ സ്റ്റോക്കിൻ്റെ ഹൈ പോയിരുന്നു. ഇപ്പോൾ 17% കറക്റ്റ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇവർ PLI സ്കീമിൽ ഉൽപ്പാദിപ്പിക്കുന്ന LED ഡ്രൈവ്സ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്, LED ലൈറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഫെറൈറ്റ് കോർസ്, ഡിഫ്യൂസേഴ്സ്, ഹീറ്റ് സിങ്സ്, ഡ്രം കോർസ്, വയർ വൂണ്ട് ഇൻഡക്ടേഴ്സ്, മെക്കാനിക്കൽ ഹൗസിംഗ്, LED മോഡ്യൂൾസ്, LED എൻജിൻസ്, LED ചിപ്സ് തുടങ്ങിയിട്ടുള്ള ധാരാളം LED കമ്പോണൻസ് ആണ് ഇവർ നിർമ്മിക്കുന്നത്. പക്ഷെ വളരെ രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു PLI സ്കീമിൽ ഈ സ്റ്റോക്ക് ഉൾപ്പെട്ടിട്ടും ഈ സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് മൂവ് ഇന്നുണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് പറഞ്ഞു, അതൊരു ലാർജ് ക്യാപ് കമ്പനിയാണ്. വലിയ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ളത്, ഈ ഒരു PLI സ്കീം ഉൾപ്പെടുക എന്നുള്ളത് യൂണോം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇൻവെസ്റ്റേഴ്സ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ LED സെഗ്മെൻറ്റിൽ കാണുന്നത് HQ ലാംപ്സ് മാനുഫാക്ചറിങ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതൊരു അൺലിസ്റ്റഡ് സ്റ്റോക്കാണ്. അതുപോലെ അടുത്തതായിട്ട് ഇൻ്റലക്സ് ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതും അൺലിസ്റ്റഡ് സ്റ്റോക്കാണ്. മറ്റൊന്ന് കാണുന്നത് ഹെല്ല ഇന്ത്യ ഓട്ടോമോട്ടീവ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതും ഒരു അൺലിസ്റ്റഡ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ റിസർച്ച് നടത്തേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ചില കമ്പനികൾ ഓൾറെഡി 1 and 2 റൗണ്ട് കഴിഞ്ഞ PLI സ്കീമിൽ മുമ്പേ തന്നെ ആ സ്കീമിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. ആ സ്റ്റോക്കുകൾ കൂടി ചേർന്നിട്ടാണ് ഇന്ന് 24 കമ്പനികളുടെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലുള്ള 6 സ്റ്റോക്കുകൾ നോക്കുകയാണ്. ഒന്ന് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ്. അതുപോലെ LG ഇലക്ട്രോണിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതൊരു അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിലും ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയാണ് LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ലിമിറ്റഡ്. അതുപോലെ മെറ്റ് ട്യൂബ് കോപ്പർ ഇന്ത്യ ലിമിറ്റഡ്, അതുപോലെ ബ്ലൂ സ്റ്റാർ ക്ലൈമാറ്റെക് ലിമിറ്റഡ്, വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന AC സെഗ്മെൻറ്റിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. മറ്റൊന്ന് വോൾട്ടാസ് ലിമിറ്റഡ് ആണ്. വോൾട്ടാസിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി ഓൾറെഡി പുതിയ സ്കീമിൽ വന്നിട്ടുണ്ട്. കൂടാതെ വോൾട്ടാസ് തന്നെ ഓൾറെഡി ഈ സ്കീമിലുണ്ട്. അതുപോലെ ഹലോനിക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി LED സെഗ്മെൻറ്റിലും നമുക്ക് ഓൾറെഡി സ്കീമിലുള്ള ഒരു കമ്പനിയായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് PLI സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.